പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 ഫ്രം തൃപ്പൂണിത്തുറ. അപ്പോൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾക്കെല്ലാം തന്നെ നല്ല അവബോധമുണ്ട് നമുക്ക് മനസ്സിലായി. എന്നാലും ഇതിനൊരു ടൈം ഷെഡ്യൂൾ വെച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിച്ചേ പറ്റൂ. അപ്പോൾ ഈ രാസലഹരി എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നറിയാം. നമ്മളുടെ കൊച്ചിയിലെ ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ ജോ ജോസഫ് കൂടി ചേരുകയാണ്. ഡോക്ടറെ നമസ്കാരം. ഡോക്ടറെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ഡോക്ടർ നല്ല തിരക്കിലായിരിക്കുമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചാലേ ഡോക്ടർ, നമ്മുടെ കുട്ടികളിലാണ് നമ്മുടെ അന്വേഷണം 7 ജില്ലകൾ കടക്കുമ്പോൾ കുട്ടികളിലാണ്, അതും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ ഈ MDMA പോലെയും കൊക്കൈൻ പോലെയുള്ള വ്യാജ ലഹരി അവനറിയാം. അതെ, തീർച്ചയായിട്ടും ഇതൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വിദേശ രാജ്യങ്ങളിലെ രാസലഹരിയുടെ 4ഉം 5ഉം തലമുറ എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അതിൻ്റെ 1ാം തലമുറയായിട്ടുള്ളൂ. 1ാം തലമുറ തന്നെ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അത് എന്തുമാത്രം ഗൗരവമായ പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ലോകം ചുരുങ്ങി വരികയാണ്, ലോകം നമ്മളിലേക്ക് എത്തുകയാണ്. ലോകം എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ നന്മകൾ മാത്രമല്ല അതിൻ്റെ തിന്മകളും എല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇനി ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്ന രീതിയിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 4ഓ 5ഓ വർഷം മുമ്പ് ഞാൻ കാണാത്ത ഹൃദ്രോഗങ്ങൾ ഇപ്പോൾ കണ്ടുവരികയാണ്. 20 വയസ്സ് 30 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ നമ്മുടെ അടുത്തൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ പണ്ട് നമ്മൾ ചോദിക്കില്ലായിരുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചു. ഇന്ന് നമ്മൾ ചോദിക്കും, നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റഫ് പഠിച്ചിട്ടുണ്ടോ? ഡോക്ടറെ, ഈ ഹൃദ്രോഗവും ഈ ഇങ്ങനെയുള്ള വ്യാജ MDMA പോലുള്ള മരുന്ന് ഉപയോഗവും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും, ഒരു സംശയവുമില്ല. കാരണം വെച്ചാൽ ഇന്ന് ഹൃദ്രോഗത്തിന് നമ്മൾ പറഞ്ഞില്ല, പ്രായം കുറഞ്ഞുള്ള ഹൃദ്രോഗം നമ്മൾ കൂടുതൽ നമ്മൾ പറയാറുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ലഹരിയുടെ ഉപയോഗമാണ്. അത് നമ്മൾ ഒരു 5-6 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു വരികയായിരുന്നു, ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ചോദിക്കില്ലായിരുന്നു, നീ കഞ്ചാവ് വലിക്കുമോ അല്ലെങ്കിൽ സ്റ്റഫ് പഠിക്കേണ്ട കാര്യമില്ല ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചോദിക്കും. കഞ്ചാവിന്റെ ആദ്യത്തെ പുകയിൽ ഹൃദ്രോഗമുണ്ടായി, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രത്തോളം ആളുകൾ അങ്ങനെ വരുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മളൊരു യുവാക്കളുടെ ഹൃദ്രോഗത്തിന് തോതെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ലഹരിയുടെ ഉപയോഗവും കഞ്ചാവിന്റെ ഉപയോഗവും തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടു HIV ഉപയോഗം, HIV സിറിഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സിറിഞ്ചുകളുണ്ട്. പണ്ട് നമ്മൾ കാണാത്ത ഒരു രോഗമായിരുന്നു, ഹൃദയത്തിന്റെ വാൽവുകളെ ബാധിക്കുന്ന ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന രോഗമുണ്ട്. അത് പ്രധാനമായിട്ടും ഹൃദയത്തിന്റെ ഇടതുവശത്തെ വാൽവുകളെ ബാധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 3 കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൃദയത്തിന്റെ വലതുവശത്തെ വാൽവുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ IV ഡ്രഗ് അബ്യൂസേഴ്സ് ആണ്. അതായത് നീഡിൽ ഉപയോഗിച്ച് സിറിഞ്ച് ഉപയോഗിച്ച് ശരിയായ രീതിയിൽ എടുക്കാത്തത് കൊണ്ടുള്ള ഇൻഫെക്ഷൻ വന്ന് ഹൃദയത്തിന് ഇൻഫെക്ഷൻ. ബോധവൽക്കരണം ഒക്കെ നടത്തി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? എത്രത്തോളം സാധിക്കുന്നുണ്ട്? ഇത് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനെ നമ്മളൊരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കണം, ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് കണക്കാക്കരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിന് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ഫിസിഷ്യൻ ആന്റണി ഫോസിയുടെ ഒരു ആത്മഹത്യ ഇറങ്ങി, അത് വായിക്കായിരുന്നു. ആന്റണി ഫോസി ആണ് ആ സമയത്ത് അമേരിക്കൻ ഭരണകൂടം HIV നിയന്ത്രിക്കാനായിട്ട് നിർദ്ദേശിച്ചത്. ആന്റണി ഫോസി NIH ഇഷ്ടം പോലെ ഫണ്ട് കൊടുത്തു. പക്ഷെ അമേരിക്കയിലെ HIV പ്രശ്നങ്ങളോ അല്ലെങ്കിൽ IV ഡ്രഗ് അബ്യൂസിന്റെ പ്രശ്നങ്ങളോ ഇപ്പോഴും തീർന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ കൈകാര്യം ചെയ്യാം. അവിടെ സാമൂഹ്യ വശത്തെ കൈകാര്യം ചെയ്തില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനൊരു ആരോഗ്യ പ്രശ്നമായി കണക്കാക്കാതെ, ഇതിനെ ഒരു നിയമപരമായ പ്രശ്നമായിട്ട് കണക്കാക്കാതെ, ഇത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കണക്കാക്കുകയും നിയമപരമായിട്ടുള്ള റാമിഫിക്കേഷൻസ് ഉണ്ട്, ആരോഗ്യപരമായ റാമിഫിക്കേഷൻസ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെയാണ് കരുതി മാത്രമേ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് തടയിടാൻ പറ്റുകയുള്ളൂ. അതിനാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട് ലെവലിൽ സാമൂഹിക അവബോധം ഉണ്ടാക്കുകയും സാമൂഹികമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. ഈ ഡോക്ടർ, അങ്ങയുടെ വീട്ടിൽ തന്നെ അങ്ങയുടെ വൈഫ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ ദയ. അപ്പോൾ ഞങ്ങൾ കണ്ട പല അഡിക്ഷൻ സെന്ററിലും കണ്ട പല ഈ MDMA അതുപോലുള്ള ഈ കൊക്കൈൻ, ബ്രൗൺ ഷുഗർ ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു മാനസിക നില തെറ്റിയതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാര്യം അവരുടെ ഹാലൂസിനേഷൻസും അവരുടെ പെരുമാറ്റവും അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം നമുക്ക് ഒരു മനോരോഗത്തിന് ചികിത്സിക്കുന്ന ഒരു രോഗിയെ പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. തീർച്ചയായിട്ടും ഇതൊരു ലഹരി ഒരു രോഗം തന്നെയാണ്. നമ്മൾ ഏതൊരു രോഗത്തെയും കൈകാര്യം ചെയ്യുന്നത് പോലെ രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസും അതിനോട്ടുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ തന്നെയാണ്. അതിനുണ്ടാകുന്ന താളപ്പിഴകൾ, ഡോപ്പമിന്റെ ലെവലിൽ അല്ലെങ്കിൽ സെറട്ടോണിന്റെ ലെവലിൽ, നോറെപ്പിനെഫ്രിന്റെ ലെവലിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക്, ലഹരി മൂലം ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. അതിനെ രോഗമായി തന്നെ കണക്കാക്കുക.
നമ്മളിതിനെ ഇപ്പോൾ രോഗമായിട്ട് കണക്കാക്കാൻ പലരും വിമുഖത കാണിക്കുന്നു. ഒരു എന്താ പറയുന്നത്, ഇത് ഉപദേശിച്ചാൽ മാറുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ 2 അടി കൊടുത്താൽ മാറുന്ന കാര്യം, അല്പം മാറ്റി നിർത്തിയാൽ മാറുന്ന കാര്യം അല്ല. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നമുക്ക് ഉദാഹരണത്തിന് തലച്ചോറിനെ ബാധിക്കുന്ന വേറൊരു രോഗമാണ് ഫിറ്റ്സ്. നമ്മൾ ഫിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കും. അതേപോലെ തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ലഹരിയുടെ അഡിക്ഷൻ. അത് രോഗമായി കരുതുക, രോഗമായി ചികിത്സിക്കുകയാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ലിസി ആശുപത്രിയിലെ ഡോക്ടർ ജോസഫാണ്. അപ്പം രാവിലെ അങ്ങേക്ക് കോഫി അടിക്കാനായിട്ട് ഒരു കപ്പ്. ഓക്കെ, അത് എനിക്ക് ലിസിയിലേക്ക് പോയി തൊപ്പിയും കൂടെ വെച്ചാൽ ഓക്കെ, നന്നായി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇത്രയും സമയം കണ്ടെത്തി സന്തോഷം. താങ്ക് യു.